ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാർത്തോമ യുവജന സഖ്യം നോമ്പ് ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നോമ്പ് ഉയർന്ന ബോധ്യങ്ങളുടെ കാലം. വർജനത്തിൻ്റെ മാത്രമല്ല, ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും പുതുക്കത്തിനുള്ള ദിനങ്ങളാണ്. നാമും നമ്മുടെ പിതാവും തമ്മിലുള്ള പാപം മൂലം ഉണ്ടായിരിക്കുന്ന അകൽച്ച കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദിനങ്ങളാണ് ഓരോ നോമ്പും. ക്രിസ്തു പഠിപ്പിച്ച വഴിയിലൂടെ സഞ്ചരിക്കുകയും ക്രിസ്തു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും ചെയ്യുമ്പോഴാണ് നാം എടുക്കുന്ന നോമ്പ് അർത്ഥപൂർണമാകുന്നത്. ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ സാധിക്കുന്നതിനോടൊപ്പം തന്നെ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയിരിക്കുന്നവരെ തിരികെ മടക്കി കൊണ്ടുവരുന്നതും നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. വളരെ സുപരിചിതമായ ഒരു ഭാഗമാണിത്. ഗന്നേസറത്ത് തടാകക്കരയിൽ വെച്ച് യേശു പ്രസംഗിക്കുന്നു. ജനങ്ങൾ തിക്കിത്തുടങ്ങുന്നു. തിക്കും തിരക്കുമായതിനാൽ പടകിൽ കയറി നിന്നുകൊണ്ട് യേശു പ്രസംഗിക്കുന്നു, പുരുഷാരത്തെ ഉപദേശിക്കുന്നു. ഉപദേശിച്ചതിന് ശേഷം ശീമോനെ നോക്കി യേശു പറയുന്നു, ആഴത്തിലേക്ക് ഇറക്കി വലയിടുക. ശീമോൻ അതനുസരിക്കുകയും വല നിറയെ മീൻ കിട്ടുകയും ചെയ്യുന്നു. പാപിയാണെന്നുള്ള ബോധ്യം ശീമോന് വരികയും എന്നെ വിട്ടു പോകണമെന്ന് നാഥനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഭ്രമിക്കേണ്ട, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുകയും ഇനി നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുകയും ചെയ്യും എന്ന് ഉള്ളൊരു വാഗ്ദാനം യേശു കൊടുക്കുന്ന ഒരു ഭാഗമാണിത്. സെബദി മക്കളെയും ശീമോനെയും തൻ്റെ ശിഷ്യത്വത്തിലേക്ക് യേശു ക്ഷണിക്കുന്ന ഭാഗം. ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചിന്തകളിലേക്ക് കടക്കാം. ഒന്നാമതായി, യേശു തൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായിരുന്ന മീൻപിടുത്തക്കാരെയായിരുന്നു. ഹി കോൾസ് ഓർഡിനറി മെൻ ഫോർ എക്സ്ട്രാ ഓർഡിനറി വർക്ക്. എല്ലാം തികഞ്ഞവരെയും സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവരെയും അല്ല ദൈവം തിരഞ്ഞെടുത്തത്. ആരാലും അറിയപ്പെടാതെ പോകാമായിരുന്ന ഒരു കൂട്ടം മീൻപിടുത്തക്കാരെയാണ് യേശു തൻ്റെ ശിഷ്യത്വത്തിലേക്ക് സ്വീകരിക്കുന്നത്. ലോകം കൽപ്പിച്ചു നൽകിയിരിക്കുന്ന എല്ലാ യോഗ്യതകൾക്കും അതീതമായിട്ടാണ് ദൈവം അവരെ തിരഞ്ഞെടുത്തത്. രണ്ടാമതായി, ആഴത്തിലേക്ക് വലയിറക്കുവാൻ ശീമോനോട് യേശു കൽപ്പിക്കുന്നു. ശീമോൻ അത് അനുസരിക്കുന്നു. നാഥ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് വല ഇറക്കാം. അനുസരണ മനോഭാവമാണ് ഇവിടെ കാണുന്നത്. ദ അൺക്വസ്റ്റനിങ് ഒബീഡിയൻസ് ഓഫ് സൈമൺ പീറ്റർ. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഈ ഒരു അനുസരണ മനോഭാവമാണ്. മൂന്നാമതായി, പടക് നിറയെ മീൻ നിറച്ച ശേഷം യേശുവിൻ്റെ കാൽ കീഴിൽ ശീമോൻ വീഴുന്നു, കേണപേക്ഷിക്കുന്നു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ടു പോകണമേ എന്ന് പറയുന്നു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ട് പോകണമേ. യേശുവുമായി ഇടപെട്ടപ്പോൾ താൻ ആരാണെന്നും താൻ എന്താണെന്നും ശീമോൻ പത്രോസ് തിരിച്ചറിയുന്നു. അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്കുള്ള ഒരു യാത്രയാണിത്. ഹി റെക്കഗ്നൈസസ് ഹിസ് ട്രൂ സെൽഫ് ആൻഡ് അഡ്മിറ്റ്സ് ഇറ്റ്. നമ്മൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ കൂടി അത് അഡ്മിറ്റ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ഒരു വൈമുഖ്യം കാണിക്കാറുണ്ട്. എന്നാൽ യേശുവുമായ സമ്പർക്കത്തിലൂടെ ശീമോൻ പത്രോസ് താൻ എന്താണെന്ന് തിരിച്ചറിയും. അത് ദൈവത്തോട് കാലിൽ വീണ് അപേക്ഷിച്ച് പറയുകയും ചെയ്യുന്നു. നമ്മുടെ കഴിവുകളെ തിരിച്ചറിയുവാനും നമ്മുടെ കുറവുകളെ തിരിച്ചറിയുവാനും നമ്മുടെ ബലഹീനതകളെ തിരിച്ചറിയുവാനും യേശുവുമായിട്ടുള്ള സമ്പർക്കം ഇടയാക്കും. നാലാമതായി, നമ്മെ തന്നെ നമ്മുടെ നാഥന് സമർപ്പിക്കുമ്പോൾ അവൻ നമുക്ക് ഒരു വലിയ വാഗ്ദാനം തരും. ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും മഹത്വപരമായിട്ടുള്ളൊരു വാഗ്ദാനവും ഒരു ഉത്തരവാദിത്വവും നമ്മളെ ഏൽപ്പിക്കും. വാഗ്ദാനം മാത്രമല്ല, അത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. ആ അനുസരണ മനോഭാവത്തോടെ ശീമോന് ലഭിക്കുന്നത് ശ്രേഷ്ഠമായ ഒരു ഉറപ്പും ഒരു പദവിയുമാണ്. ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും. ദൈവത്തിൻ്റെ ആ വലിയ തിരഞ്ഞെടുപ്പിൽ നാം ഭാഗമാകുമ്പോൾ നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഗോഡ് ഗിവ്സ് അസ് എ മൈറ്റി പ്രോമിസ് ആൻഡ് എ മൈറ്റി റെസ്പോൺസിബിലിറ്റി. ഈ പദവിയും അധികാരവും ലഭിച്ചിരിക്കുന്നത് അനുസരണയിലൂടെയാണ്. യേശുവുമായി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു പുതിയ ദിശയും ഒരു പുതിയ ലക്ഷ്യവും അവർക്കുണ്ടായി. അഞ്ചാമതായി, അവർ സകലവും വിട്ടു അവനെ അനുഗമിച്ചു. They forsook all and followed him. ശീമോനും സെബദി മക്കളും തൻ്റെ ജീവിതമാർഗമായിരുന്ന വലയും പടകും ഉപേക്ഷിക്കുന്നു. അവർ സകലവും വിട്ട് അവനെ അനുഗമിച്ചു. They forsook all and followed him. ശീമോനും സെബദി മക്കളും തൻ്റെ ജീവിത മാർഗമായിരുന്ന വലയും പടകും ഉപേക്ഷിക്കുന്നു. തങ്ങളുടെ ജീവിത മാർഗം തന്നെയാണ് അവർ അവിടെ ഉപേക്ഷിച്ച് കളയുന്നത്. യേശു തൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിലേക്ക് നമ്മെ ക്ഷണിക്കുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ നമ്മൾക്കുണ്ട്.
നാം ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണമെങ്കിൽ നാം പലതും ത്യജിക്കണം. വി ഹാവ് ടു ലീവ് ഔട്ട് ഓഫ് അവർ കംഫർട്ട് സോൺസ്. നാം മുറുകെ പിടിച്ചിരിക്കുന്ന ചില വികലമായ പൈതൃക തുടർച്ചകളെ ഉപേക്ഷിക്കണം. നാം വിശ്വസിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ 4 ചുവരിനുള്ള നമ്മുടെ വീടുകൾ, നമ്മളുടെ നിറമുള്ള ജീവിതം, അത് നൽകുന്ന സുരക്ഷിതത്വം, ആ സുരക്ഷിതത്തിൽ നിന്നൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വെല്ലുവിളികളെ സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അന്യൻ്റെ നോവ് അറിഞ്ഞ് അവൻ്റെ നോവിൽ ഒരു ആശ്വാസമായി തീരുവാൻ നമ്മൾക്ക് കഴിയണം. നമ്മൾക്ക് ലോകത്തും മറ്റുള്ളവർക്കും സന്തോഷം പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ നോവ് മറന്ന് അവരുടെ സന്തോഷത്തിനായി പ്രയത്നിക്കുമ്പോഴാണ്. അങ്ങനെ വേണം ഓരോ നോമ്പും മുന്നോട്ട് പോകുവാനായിട്ട്. ക്രിസ്തുവിനെ പ്രതി ചിലതിനെയൊക്കെ ഉപേക്ഷിക്കുന്നതാണ് ശിഷ്യത്വത്തിൻ്റെ മർമ്മം. ദൈവമുമ്പാകെ അനുസരണയോടെ നിന്ന് നാം എന്താണെന്ന് തിരിച്ചറിവ് നേടി ഉപേക്ഷിക്കേണ്ടതിനെയൊക്കെ ഉപേക്ഷിച്ച് സ്വീകരിക്കേണ്ടതിനെ ഒക്കെ സ്വീകരിക്കുന്നതാണ് നോമ്പ്. ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റുവാനും അനേകരെ ക്രിസ്തുവിലേക്ക് ക്ഷണിക്കുവാനും നമ്മളിൽ ക്രിസ്തു സ്നേഹം വിളങ്ങുവാനും അനേകർക്ക് അത് പറഞ്ഞു കൊടുക്കുവാനും കഴിയണം. നമ്മുടെ വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ക്രിസ്തു സ്നേഹം. മറ്റുള്ളവർ നമ്മുടെ പ്രവൃത്തികളിൽ കൂടി ആ ക്രിസ്തു സ്നേഹം വിളങ്ങേണ്ടതുണ്ട്. ഈ നോമ്പിൻ്റെ നാളുകൾ ഗുണപരിവർത്തനത്തിൻ്റെ ദിനങ്ങളായിരിക്കട്ടെ എന്നാശംസിക്കുന്നു. ദൈവം നമ്മെ